ഒരു സ്വകാര്യ കമ്പനി അതിന്റെ ഓഹരികൾ ആദ്യമായി പൊതുജനങ്ങൾക്ക് വിൽക്കുന്ന നടപടിക്രമമാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഈ ഇവന്റ് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം എന്നതിൽ നിന്ന് പൊതുവിൽ ട്രേഡ് കോർപ്പറേഷനായി മാറുന്നതിലേക്കുള്ള ഒരു പ്രധാന മാറ്റത്തെ സൂചിപ്പിക്കുന്നു. റെഗുലേറ്ററി അംഗീകാരം നേടൽ, ഓഹരി വില നിശ്ചയിക്കൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യൽ എന്നിവ ഉൾപ്പെടെ നിരവധി ഘട്ടങ്ങൾ IPO പ്രക്രിയയിൽ ഉൾപ്പെടുന്നു. ലിസ്റ്റ് ചെയ്തുകഴിഞ്ഞാൽ കമ്പനിയുടെ ഓഹരികൾ പൊതുവ്യാപാരത്തിന് ലഭ്യമാണ്. IPOക്ക് തയ്യാറെടുക്കുന്ന 4 കമ്പനികൾ നോക്കാം. 1. ഓറിയന്റ് ടെക്നോളജീസ് ലിമിറ്റഡ്. കമ്പനി 1997 സ്ഥാപിതമായി. ഓറിയന്റ് ഇന്ത്യ ആസ്ഥാനമായുള്ള പ്രീമിയർ ID സൊല്യൂഷൻ പ്രൊവൈഡറുമാണ്. ID പ്രാപ്തമാക്കിയ സേവനങ്ങൾ, ID ഇൻഫ്രാസ്ട്രക്ചർ സൊല്യൂഷനുകൾ, ക്ലൗഡ്, ഡാറ്റ മാനേജ്മെന്റ് സേവനങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സേവനങ്ങൾ അവർ വാഗ്ദാനം ചെയ്യുന്നു. വിവിധ വ്യവസായങ്ങളിൽ ഉടനീളമുള്ള ക്ലയന്റുകൾക്ക് ഇഷ്ടാനുസൃതമായ പരിഹാരങ്ങൾ നൽകുന്നതിന് ഫോർട്ടിനെറ്റ്, ന്യൂട്ടാനിക്സ്, ഡെൽ തുടങ്ങിയ സാങ്കേതിക പങ്കാളികളുമായി കമ്പനി സഹകരിക്കുന്നു. ഓറിയന്റ് ടെക്നോളജീസ് IPO. ഓറിയന്റ് ടെക്നോളജീസ് ലിമിറ്റഡിന്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ 2024 ഓഗസ്റ്റ് 21 ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിൽ എത്തും. ഓറിയന്റ് ടെക്നോളജീസ് IPO 2024 ഓഗസ്റ്റ് 23 വരെ ബിഡിംഗിനായി തുറന്നിരിക്കും. ഒരു ഇക്വിറ്റി ഷെയറിന് 195 മുതൽ 206 വരെയാണ് കമ്പനി IPO പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രാരംഭ ഓഫറിൽ നിന്ന് 214.76 കോടി സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. 2. QVC എക്സ്പോർട്സ് ലിമിറ്റഡ്. QVC എക്സ്പോർട്ട് ലിമിറ്റഡ് 2005 ഓഗസ്റ്റ് സംയോജിപ്പിച്ച് ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു പൊതു കമ്പനിയാണ്. ഇത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി തരംതിരിച്ചിട്ടുണ്ട്. ഇത് പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ്. ഇതിന്റെ അംഗീകൃത ഓഹരി മൂലധനം 12 കോടി രൂപയും മൊത്തം അടച്ച മൂലധനം 8 കോടി രൂപയുമാണ്. QVC എക്സ്പോർട്സ് IPO 24 കോടി രൂപയുടെ സ്ഥിരവില ഇഷ്യൂ ആണ്. 20 ലക്ഷം ഓഹരികൾ 17 കോടി രൂപയായും 7 ലക്ഷം ഓഹരികൾ 6 കോടി രൂപയായും വിൽപ്പനയ്ക്കുള്ള ഓഫറിന്റെയും സംയോജനമാണ് ഇഷ്യൂ. QVC എക്സ്പോർട്സ് IPO 2024 ഓഗസ്റ്റ് 21 സബ്സ്ക്രിപ്ഷനായി തുറക്കുകയും 2024 ഓഗസ്റ്റ് 23 അവസാനിക്കുകയും ചെയ്യുന്നു. QVC എക്സ്പോർട്സ് IPO വില ഒരു ഷെയറിന് 86 ആണ്. ഒരു ആപ്ലിക്കേഷന്റെ ഏറ്റവും കുറഞ്ഞ ലോട്ട് സൈസ് 1600 ഷെയറുകളാണ്. 3. അഡിയൽ ടെക്നോപ്ലാസ്റ്റ് ഇൻഡസ്ട്രീസ്. 2012 സ്ഥാപിതമായ അഡിയൽ ടെക്നോപ്ലാസ്റ്റ് ഇൻഡസ്ട്രീസ് ആഭ്യന്തര, അന്തർദേശീയ വിപണികളിൽ സാന്നിധ്യമുള്ള കർശനമായ പ്ലാസ്റ്റിക് പാക്കേജിംഗിന്റെ നിർമ്മാതാവും വിതരണക്കാരനുമാണ്. പെയിന്റ്, അഗ്രോ കെമിക്കൽസ്, കോസ്മെറ്റിക്സ്, പശ, ലൂബ്രിക്കന്റുകൾ, ഭക്ഷണം, ഭക്ഷ്യ എണ്ണ തുടങ്ങിയ മേഖലകൾക്ക് വ്യാവസായിക പാക്കേജിംഗ് പരിഹാരങ്ങൾ ഇത് നൽകുന്നു. കമ്പനിയുടെ ഉൽപ്പന്ന പോർട്ട്ഫോളിയോയിൽ റൗണ്ട് കണ്ടെയ്നറുകൾ, സ്ക്വയർ കണ്ടെയ്നറുകൾ, ട്വിസ്റ്റ് കണ്ടെയ്നറുകൾ, ബോട്ടിലുകൾ എന്നിവ ഉൾപ്പെടുന്നു. അഡിയൽ ടെക്നോപ്ലാസ്റ്റ് ഇൻഡസ്ട്രീസ് IPO ഹൈലൈറ്റുകൾ. അഡിയൽ ടെക്നോപ്ലാസ്റ്റ് ഇൻഡസ്ട്രീസ് IPO 16 കോടിയുടെ നിശ്ചിത വില ഇഷ്യൂവോടെ സമാരംഭിക്കാൻ ഒരുങ്ങുന്നു. ഇഷ്യൂവിൽ ഓഫർ ഫോർ സെയിൽ ഘടകമൊന്നുമില്ലാതെ 13 ലക്ഷം ഓഹരികളുടെ പുതിയ ഇഷ്യൂ ഉൾപ്പെടുന്നു. IPO 2024 ഓഗസ്റ്റ് 21 സബ്സ്ക്രിപ്ഷനായി തുറക്കുകയും 2024 ഓഗസ്റ്റ് 23 അവസാനിക്കുകയും ചെയ്യുന്നു. 2024 ഓഗസ്റ്റ് 26 തിങ്കളാഴ്ച അലോട്ട്മെന്റ് അന്തിമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2024 ഓഗസ്റ്റ് 27 ചൊവ്വാഴ്ച മുതൽ റീഫണ്ടുകൾ ആരംഭിക്കും. ഡിമാറ്റ് അക്കൗണ്ടുകളിലേക്കുള്ള ക്രെഡിറ്റ് ഷെയറുകളും 2024 ഓഗസ്റ്റ് 27 ചൊവ്വാഴ്ച പ്രതീക്ഷിക്കുന്നു. 2024 ഓഗസ്റ്റ് 28 ബുധനാഴ്ച BSEയിൽ കമ്പനി താൽക്കാലികമായി ലിസ്റ്റ് ചെയ്യും. ഒരു ഷെയറിന് 121 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. IPO ആപ്ലിക്കേഷന്റെ ഏറ്റവും കുറഞ്ഞ ലോട്ട് സൈസ് 1000 ഷെയറുകളാണ്. 4. റിസോഴ്സ്ഫുൾ ഓട്ടോമൊബൈൽ ലിമിറ്റഡ്. റിസോഴ്സ്ഫുൾ ഓട്ടോമൊബൈൽ ലിമിറ്റഡ് 2018 സ്ഥാപിതമായി. യമഹ ഇരുചക്രവാഹനങ്ങൾ യസാഹ്നി ഓട്ടോമൊബൈൽ എന്ന പേരിൽ വിൽക്കുന്നു. ഉപഭോക്താവിന്റെ വിവിധ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി സാവ്നി ഓട്ടോമൊബൈൽ ഇരുചക്രവാഹനങ്ങളുടെ സമഗ്രമായ ശ്രേണി വാഗ്ദാനം ചെയ്യുന്നു. കമ്മ്യൂട്ടർ ബൈക്കുകൾ, സ്പോർട്സ് ബൈക്കുകൾ, ക്രൂയിസറുകൾ, പ്രശസ്ത നിർമ്മാതാക്കളുടെ സ്കൂട്ടറുകൾ എന്നിവ ഈ ശ്രേണിയിൽ ഉൾപ്പെടുന്നു.
റിസോഴ്സ്ഫുൾ ഓട്ടോമൊബൈൽ IPO 2024 ഓഗസ്റ്റ് 22 സബ്സ്ക്രിപ്ഷനായി തുറക്കുകയും 2024 ഓഗസ്റ്റ് 26 അവസാനിക്കുകയും ചെയ്യുന്നു. റിസോഴ്സ്ഫുൾ ഓട്ടോമൊബൈൽ IPOയ്ക്കുള്ള അലോട്ട്മെന്റ് 2024 ഓഗസ്റ്റ് 27 ചൊവ്വാഴ്ച അന്തിമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. റിസോഴ്സ്ഫുൾ ഓട്ടോമൊബൈൽ IPO വില ഒരു ഷെയർ ഒന്നിന് 117 ആണ്. ഒരു ആപ്ലിക്കേഷന്റെ ഏറ്റവും കുറഞ്ഞ ലോട്ട് സൈസ് 1200 ഷെയറുകളാണ്. കൺക്ലൂഷൻ: ഓറിയന്റ് ടെക്നോളജീസ്, QVC എക്സ്പോർട്സ്, ഐഡിയൽ ടെക്നോളജീസ്, ടെക്നോപ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ്, റിസോഴ്സ്ഫുൾ ഓട്ടോമൊബൈൽസ് എന്നിവയുടെ പ്രാരംഭ പബ്ലിക് ഓഫറുകൾ വളർന്നുവരുന്ന കമ്പനികളുമായി തങ്ങളുടെ പോർട്ട്ഫോളിയോകൾ വൈവിധ്യവത്കരിക്കാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഗണ്യമായ അവസരങ്ങൾ നൽകുന്നു. ഈ IPOകൾ അതത് വ്യവസായങ്ങൾക്കുള്ളിലെ വളർച്ചാ സാധ്യതകൾ പ്രകടമാക്കുക മാത്രമല്ല, പൊതുനിക്ഷേപം സ്കെയിൽ പ്രവർത്തനങ്ങൾക്കും വിപണി സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനും കമ്പനികളുടെ തന്ത്രങ്ങൾ എടുത്തുകാണിക്കുന്നു. Thank you.